അപ്പം നമ്മുടെ രസത ഇവിടെ കിടന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണും വീടും മൊത്തത്തിൽ രസത്തിൻ്റെ സ്മെല്ല് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് രസപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ. രസപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി നന്നാക്കി കഴുകി വെയിലത്തിട്ട് ഉണക്കി ബോട്ടിലാക്കി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതെടുക്കുന്നില്ല, ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് മല്ലിയാണ് കേട്ടോ ഞാൻ ഈ രസപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് കൂടെ എടുക്കാം. ഇനി കുരുമുളകാണ്, ചെറിയൊരു കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മൾ ഒരു സ്പൂണ് പരിപ്പാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണാണ്. ഇത് നമ്മൾ സാദാ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പാണ്. ചെറിയൊരു സ്പൂണ് ഉലുവയും ചെറിയൊരു സ്പൂണ് നല്ല ജീരകം, അതായത് കുമീൻ സീഡ്സ് കേട്ടോ. 3 വറ്റൽമുളക്, 2 തണ്ട് കറി ലീഫ്, പിന്നെ നമ്മൾ കായവും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. പാന് ചൂടായതിന് ശേഷം നമുക്ക് മല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വളരെ സാവധാനം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടി കരിയാണ്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പം റോസ്റ്റായി എന്നറിയാൻ നമ്മൾ കുറച്ച് വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഒരു ഞെരിച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇറക്കി വയ്ക്കുക. ഏകദേശം അതേ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഐറ്റമാണ് ഇടുന്നത്. കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, പക്ഷേ ഞാനിത് ഒന്നിച്ചാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു പീസ് കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ചെറിയ കായ കേട്ടോ, പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കായം ഒന്ന് പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ കായം നല്ല സോഫ്റ്റ് ആവും. അപ്പം അങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കായം റോസ്റ്റായി കിട്ടുക. കായം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കട്ടോ. അപ്പം ഇതും ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. കായതാ നല്ലോണം ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസാക്കി ഇട്ടുകൊണ്ടാണ്. ഇനി നല്ല ജീരകവും ഉലുവയും ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലല്ലേ, അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിലാണ്.
അപ്പോൾ കറിവേപ്പൊക്കെ നല്ലോണം എന്താ ഞെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തു. കറിവേപ്പില പിടിക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ. അങ്ങനെ നമ്മളെല്ലാ ഐറ്റംസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി തോല് പൊളിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണേ. നീളത്തിൽ വലുത് ഞാൻ 4 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തതിന്. ചെറുത് പിന്നെ 2 പീസാക്കിയാൽ മതി. ഇത് നമ്മൾ പെട്ടെന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൊത്തത്തിൽ വെളുത്തുള്ളി ഇടുമ്പോൾ ഉള്ളു റോസ്റ്റായി കിട്ടുന്നത് വളരെ പ്രയാസമാണ്. പിന്നാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ നീരൊന്ന് വറ്റിയാൽ മതി. അപ്പോൾ അതാ ഞാൻ ഇത്രയും മാത്രം ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ മാത്രം റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനല്ലാതെ ഒന്നിച്ചാണ് ഇട്ടൊക്കെ ഇട്ടത്. ഇനി ഇതേ ചൂടിലേക്ക് നമ്മൾ രസത്തിന് ആവശ്യം വേണ്ട മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിന്. ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പോവാൻ. നേരി ചൂടിലാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. നമ്മുടെ കായ അതാ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ആദ്യം മുളകൊന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് പകുതി ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ എളുപ്പപ്പണിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അടിച്ചു കൊണ്ടുവരാം. ഏകദേശം എന്നാൽ ഞാൻ നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് തരിതരിപ്പിലാട്ടോ ഇത് അടിച്ചെടുത്തത്. നമ്മൾ ഓവറായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ഇതാ ഏകദേശം അതാ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു തരി ഉണ്ടാവണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാണ്. ഇനി നമ്മൾ രസം ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഇതിന്ന് ഒരു 1.5 സ്പൂണ് ഓർ 2 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എളുപ്പത്തിൽ രസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ രാവിലെ ഒക്കെ വർക്കിനൊക്കെ പോകുന്നവർക്ക് നമുക്ക് രസം ഇതുപോലെ തന്നെ തക്കാളിയും പുളിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് രസം തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അന്നേരം നമുക്ക് 1 മാസത്തോളം അല്ല ഇത് തീരണ വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രസം ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് സിമ്പിളായി. രസം പൊടി ഉണ്ടാക്കി എടുക്കേണ്ട ഒരു എഫേർട്ട് മാത്രമുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്ത്. അപ്പം രസപ്പൊടി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി രസത അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. രസത ഞാൻ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. രസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോരി കുടിക്കാനും ചോറിന് കൂടി കഴിക്കാനും സൂപ്പറാണ്. ഇത് നമ്മൾ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്, ഒരു മസാല ബോക്സാണ്. അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അത് ഓപ്പൺ ആക്കിയത്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 4 സ്റ്റാൻഡുണ്ട് കേട്ടോ ബാക്കിൽ. ഇങ്ങനെ വെച്ചെടുക്കാം. ഒന്ന് തുറന്ന് കാണിച്ചതേ. അപ്പം നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇതിലിങ്ങനെ ഇട്ട് വെച്ചാലുണ്ടല്ലോ നമുക്ക് ഒരു പാത്രം മാത്രം എടുത്താൽ മതി. നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയും.